ലങ്ക കത്തിച്ച ഹനുമാൻ. അയോധ്യ രാജധാനിയിലെ രാജകുമാരനായിരുന്നു ശ്രീരാമൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സീതാദേവിയെ ഒരിക്കൽ രാക്ഷസ രാജാവായ രാവണൻ തട്ടിക്കൊണ്ടുപോയി. ഇതറിഞ്ഞ് ശ്രീരാമൻ തൻ്റെ അനുജനായ ലക്ഷ്മണനെയും കൂട്ടി സീതാദേവിയെ അന്വേഷിച്ചിറങ്ങി. വഴിക്കുവെച്ച് അവരെ സഹായിക്കാനായി വാനരവീരനായ ഹനുമാനും ഒപ്പം കൂടി. ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം അവർ മൂവരും കൂടി രാവണൻ്റെ രാജ്യമായ ലങ്കാപുരി തേടി പുറപ്പെട്ടു. നടന്ന് അവർ ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്തെത്തി. അതിൻ്റെ അക്കരെയായിരുന്നു ലങ്കാനഗരം. അവിടേക്ക് കടക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ ഹനുമാൻ പറഞ്ഞു, എല്ലാവരും തൽക്കാലം ഇവിടെ വിശ്രമിച്ചോളൂ. ഞാൻ ലങ്കയിൽ പോയി സീതാദേവിയുടെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് താമസിയാതെ തിരിച്ചെത്താം. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ. ശ്രീരാമൻ അനുവാദം നൽകി. വീരഹനുമാൻ ഉടനെ കടലിന് മുകളിലൂടെ കുതിച്ചു ചാടി ലങ്കാപുരിയിലെത്തി. രാവണന്റെ കൊട്ടാരമുറ്റത്തുള്ള പൂന്തോട്ടത്തിൻ്റെ നടുവിൽ ദുഃഖിതയായിരിക്കുന്ന സീതയെ ഹനുമാൻ കണ്ടു. ദുഷ്ടനായ രാവണനെ ഒരു പാഠം പഠിപ്പിച്ചേ തീരൂ. ഹനുമാൻ ശപഥം ചെയ്തു. പിന്നെ ഒട്ടും വൈകിയില്ല. തൻ്റെ കയ്യിലിരുന്ന ഗദ ആഞ്ഞു വീശി ഹനുമാൻ കണ്ണിൽ കണ്ടതെല്ലാം തല്ലിയുടച്ചു. പൂന്തോട്ടത്തിലെ ചെടികളും ചന്തമുള്ള ശില്പങ്ങളുമെല്ലാം തകർത്തെറിഞ്ഞു. ഇത് കണ്ട രാക്ഷസപ്പട ഹനുമാനെ പിടിച്ചുകെട്ടി രാവണന്റെ മുന്നിൽ ഹാജരാക്കി. ഈ വാനരന്റെ വാലിൽ തുണി ചുറ്റി തീ കൊളുത്തു. ഇവൻ ചാമ്പലാകട്ടെ. കോപാക്രാന്തനായ രാവണൻ അലറി. ഇത് കേൾക്കേണ്ട താമസം രാക്ഷസഭടന്മാർ ഉടനെ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ചു. അതിനുശേഷം തീ കൊളുത്തി. എങ്കിലും വീരാധിവീരനായ ഹനുമാൻ പതറിയില്ല. തീ പിടിച്ച വാലുയർത്തിപ്പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് ഒറ്റച്ചാട്ടം. കത്തിക്കാളുന്ന വാലിന്മേൽ നിന്ന് തീ പടർന്ന് രാവണന്റെ കൊട്ടാരമാകെ കത്താൻ തുടങ്ങി. എന്തു പറയാൻ, കൊട്ടാരത്തിൻ്റെ അകവും പുറവുമെല്ലാം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കത്തിച്ചാമ്പലായി. അവിടം കൊണ്ടും തീർന്നില്ല. വാൽപന്തവുമായി ഹനുമാൻ ലങ്കാനഗരിയിലെങ്ങും പാഞ്ഞു നടന്നു. അവിടുത്തെ കടകമ്പോളങ്ങളും പ്രഭുമന്ദിരങ്ങളും അലങ്കാര മണ്ഡപങ്ങളുമെല്ലാം വെന്തുവെണ്ണീറായി. എന്തു ചെയ്യണമെന്നറിയാതെ രാവണനും കൂട്ടരും പേടിച്ച് നിലവറകളിലും പത്തായങ്ങളിലും ഒളിച്ചു. ലങ്കാനഗരം ചുട്ടുകരിച്ച ഹനുമാൻ ഒടുവിൽ കടലിൽ വാലുമുക്കി വാലിലെ തീ കെടുത്തി. എന്നിട്ട് രാമലക്ഷ്മണന്മാരുടെ അരികിലേക്ക് തിരിച്ചുപോയി. സീതാദേവിയെ കണ്ട കാര്യം ഹനുമാൻ ശ്രീരാമനെ അറിയിച്ചു. ശ്രീരാമനും ലക്ഷ്മണനും വാനരപ്പടയും വൈകാതെ ലങ്കയിലെത്തി. രാവണന്റെ കഥ കഴിച്ച് അവർ സീതാദേവിയെ രക്ഷപ്പെടുത്തി അയോധ്യയിലേക്ക് കൊണ്ടുപോയി.